ഉണ്ടായിരുന്നു സ്റ്റേ? ഇതൊന്നും പറയാം, മഡ് ഹൗസ് ഒന്നും പറയാനില്ല. ഇതെവിടെ സ്ഥലം എന്നറിയാമോ? യെസ്. എത്ര കാട്ടുപോത്ത്! എൻ്റെ അമ്മേ, 1 2 3 കയറിയില്ല. ഇതാണ് സ്മാൾ റൂം. ഏത് ഒരു റൂം തന്നെ. ഓ, ജക്കൂസി ബാൽക്കണിയില്ല. തമിഴ്നാട്ടിലെ ഉദുമൽപേട്ടിലെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ മറയൂരിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിലാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു ഡ്രൈവാണ്. ഒരുപാട് ആനിമൽസിനൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ട്. രാത്രിയോടുകൂടി ഞങ്ങൾ മറയൂരിലുള്ള ഈ മഡ് ഹൗസിലെത്തി. സോൾ എന്നാണ് ഇതിൻ്റെ പേര്. ദി സോൾ എന്ന് നെറ്റിലടിച്ചാൽ കിട്ടും. മറയൂർ മഡ് ഹൗസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ മഡ് ഹൗസിൽ താമസിക്കാനായിട്ട്. ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട് മറയൂർ. മഡ് ഹൗസ് പറഞ്ഞാൽ അറിയാലോ, ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്. ഒരുപാട് ലക്ഷറി ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് പക്ഷേ ഒരു ഇത്തിരി ഇത് ബാത്ത് ടബൊക്കെ ഉണ്ടല്ലേ, ഒരു ഇത്തിരി ലക്ഷറി ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഈ ഒരു റൂം. ഇങ്ങനത്തെ 3 മഡ് ഹൗസുകളാണ് ഈ സോൾ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലുള്ളത്. നാച്ചുറലായിട്ടുള്ള ഒരു നല്ല തണുപ്പൊക്കെ ആയിരിക്കും. ഫാനോ എ സിൻ്റെ ഒന്നും ആവശ്യമില്ല റൂമിനകത്ത് ഉണ്ടാവും. പക്ഷേ 2 ബാത്റൂമുണ്ട്. ഇതിലാണ് ഞങ്ങൾ താമസിച്ചത്. ഈ മഡ് ഹൗസിലാണ് താമസിച്ചത്. ഇതിനകത്ത് ഒരു വലിയ ബെഡ്റൂം ഉണ്ട്. ഒരു ഇതുണ്ടല്ലേ, അതിൽ തന്നെ നമുക്ക് ഒരു ബെഡ്റൂമിൽ തന്നെ 2 ബാത്റൂമുണ്ട്. ഒരു ചെറിയൊരു ബെഡ് സൈഡിലുണ്ട്, പിന്നെ ഒരു മെയിൻ ബെഡ്, വലിയ ബെഡ്. അങ്ങനെ ഞങ്ങൾ 3 കുട്ടികളും ഞാനും വൈഫും ഈ റൂമിൽ താമസിച്ചു. അടിപൊളിയായിട്ട് നല്ലൊരു ബാത്റൂം ഉണ്ടല്ലേ. 2 ബാത്റൂമുണ്ട്. അതെനിക്കിഷ്ടമായി. സാധാരണ ഒരു റൂമിന് 2 ബാത്റൂം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതേതായാലും ഒരു സെറ്റപ്പ് അനുഭവമായിരുന്നു. ഇത് രാത്രിയാണ്. രാത്രിയാണ് അത്. അവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാലുണ്ട്. അടിപൊളി സെറ്റപ്പാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ഉറങ്ങി കേട്ടോ. അടിപൊളിയായിട്ട് ഉറങ്ങി. രാവിലെ എണീച്ചപ്പോൾ കണ്ട കാഴ്ചയ്ക്ക് കാട്ടുപോത്ത് ഒന്നല്ല കേട്ടോ, ഒരു 8 പോത്തെണ്ണം ഉണ്ട്. ഒരു കൂട്ടം തന്നെ അവിടുന്ന് മലയിറങ്ങി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് വന്നത്. ഒരു അടിപൊളി ഒരു എന്താ പറയുക, പേടിപ്പെടുത്തുന്ന എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അത്. എന്നിട്ട് അവിടെ നിന്നുള്ള ആളുകളെല്ലാം അതിനെ ഓടിപ്പിക്കുന്നുണ്ട് പ്രോപ്പർട്ടിയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെയൊക്കെ അടുത്താണ് ഈ പ്രോപ്പർട്ടി. കുറേ മഡ് ഹൗസുകളുണ്ട് അവിടെ. മറയൂർ മഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടീൻ്റെ അടുത്ത് തന്നെയാണ് ഈ സോൾ എന്ന് പറഞ്ഞ മഡ് ഹൗസ്. ഇത് പുറത്തുള്ള കാഴ്ചയാണ് മഡ് ഹൗസിൻ്റെ. കുറേ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ ഇതുണ്ടല്ലേ, ഉറുമാമ്പഴത്തിൻ്റെ ചെടിയാണിത്. ഈ മഡ് ഹൗസിൻ്റെ മുകൾ ഭാഗമൊക്കെ ഈ ഒരു ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ സെറ്റപ്പാണ്. നല്ല മെയിൻ്റനൻസ് വരും. പെട്ടെന്ന് ഇത് ചീത്തയായി പോവും, മാറ്റേണ്ടി വരും. അടിപൊളിയല്ലേ? ഊഞ്ഞാലിലാണ് ആദ്യം. ഇത് വേറൊരു മഡ് ഹൗസാണ്. അങ്ങനെ 3 മഡ് ഹൗസുകളുണ്ട് ഇവിടെ. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു കുളം പോലത്തെ ഒരു സെറ്റപ്പുണ്ട്. ചെറിയ മീനൊക്കെ ഉണ്ട് അതിനകത്ത്. ഇങ്ങോട്ടുള്ള വഴിയാണ് ഹൈലൈറ്റ് കേട്ടോ. ഈ ചെറിയ മരത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴി അടിപൊളിയാണ്. നല്ല വെയിലൊന്നും കൊള്ളാണ്ട് കുറേ ദൂരത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. ഒരു ചെടി പ്രത്യേക തരത്തിൽ ഇതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ വളർത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം പോകാനായിട്ട്. അതുണ്ടോ, ഇവിടെ ഞങ്ങൾ താമസിച്ചത്. അങ്ങനെ 3 മഡ് ഹൗസാണ് ഈ യൂണിറ്റിലുള്ളത്. ഇതിൽ വൈക്കോലോ എന്തോ ഓലയും ഒക്കെ മുകളിലിട്ടേക്കാണ് സെറ്റപ്പ്. കണ്ടോ, നോക്കിയേ. രാത്രി വന്നപ്പോൾ അതങ്ങ് കാണാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു സെറ്റപ്പായിരുന്നു. പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടമായി. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? ഇതൊന്നും പറയാം, മഡ് ഹൗസ് ഒന്നും പറയാനില്ല. ഇതെവിടെ സ്ഥലം എന്നറിയാമോ? യെസ്, മറയൂർ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. മറയൂർ ചന്ദനം എന്ന് പറഞ്ഞാൽ ലോക ഫേമസാണ്. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. മറയൂരിലെ കുറച്ച് ചന്ദനക്കാടും ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ കാന്തല്ലൂരിലേക്ക് പോവുകയാണ്. കാന്തല്ലൂരിലേക്കുള്ള വഴി നല്ല ഡ്രൈവാണ്. കുറച്ച് ഹൈറ്റിലേക്ക് കയറി പോകണം. പോകുന്ന വഴിയിലൊക്കെ നല്ല കാഴ്ചകളുണ്ട്. കുറേ മറയൂർ ശർക്കരയൊക്കെ
ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. പോണ വഴി തന്നെയാണത്. ഇതാണ് എൻ്റെ ഒരു യൂണിറ്റ്. അവിടെ പോയി കഴിഞ്ഞാൽ അതുപോലെ ശർക്കര ചൂടാക്കിയിട്ട് ശർക്കര പാനീയമൊക്കെ വാങ്ങാം, ശർക്കര വാങ്ങാം. പലതരത്തിലുള്ള ഫ്ലേവറിലുള്ള ശർക്കരകളുണ്ട്. കാന്തല്ലൂരിലെ സിപ്പ് ലൈനാണ്. ആദ്യം ബീബി സിപ്പ് ലൈനിൽ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവർക്കൊരാഗ്രഹമില്ല, അവരത് കയറട്ടെ എന്ന് വിചാരിച്ച്. 500 റുപ്പീസാണ് പെർ ഹെഡ് ചാർജ്. ഓവർ പ്രൈസ്ഡായിട്ട് തോന്നി എനിക്ക്. എന്തായാലും അവർ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ തോപ്പൻസ് ഫ്രൂട്ട് ഫാമിലേക്കാണ് ഞങ്ങൾ പോയത്. ആസ്റ്റ്മേരിയ. ഇത് റേഗൻ ട്രീ പൂവാ. ഏത്? ഇത് റേഗൻ ട്രീ. റേഗനോ ഡ്രാഗണോ? റേഗൻ. റേഗൻ. ട്രീ. റേഗൻ ട്രീ. പൂ ഫ്ലവേഴ്സ് ആണ്. ഓക്കെ. പഴങ്ങളില്ല, പൂ മാത്രമല്ല. പഴങ്ങളില്ല, പൂ മാത്രം. അതെ. ദേവദാരുമരമാണ്. 100 വർഷം കഴിയുമ്പോൾ ഇത് പൂക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വെച്ച ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റില്ല എന്ന്. ഇത് 14 വർഷമായുള്ള മരമാണിത്. ഇത് നമുക്ക് കസ്റ്റർഡ് ആപ്പിൾ, സീതപ്പഴം, ആത്തച്ചക്ക. ആത്തച്ചക്ക. ഇത് ആയുർവേദിക് കസ്റ്റേർഡ് ആപ്പിളോ? കസ്റ്റർഡ് ആപ്പിൾ. കസ്റ്റേർഡ്. ഇതിൻ്റെ അത് അവിടെ ഉണ്ടല്ലോ ഫ്രൂട്ട്. അതെ, ചക്കപ്പഴം. ഓഗസ്റ്റിലെ 1 കിലോ 1.5 കിലോ കാണുന്നു. ആണോ? ഒരു എണ്ണ. നമ്മൾ കണ്ട ഓർമ്മല്ലേ? പിയർ സബർജിൽ. അതാണ് ഇതാണ് ആപ്പിൾ കുഞ്ഞു കുഞ്ഞു ആപ്പിൾ ഉണ്ടായില്ലേ? വല്ലാത്ത വ്യൂ ആണ് ഗൈസ്. ഇതാണ് എന്തോ ഫ്രൂട്ടാ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ? സബർജൽ അല്ലേ? ഗുണ്ട. ഹായ്. ഇവിടുത്തെ പ്ലാന്റ്സ് ഒക്കെ നല്ല വൃത്തിയുള്ള പ്ലാന്റ്സ് ആണ്. ഇതൊരു വീട്ടിൻ്റെ ഉള്ളിലാണ് ഗൈസ്. നമുക്ക് ഉള്ളോട്ട് പോവാം. ഉള്ളോട്ട് പോയാൽ നമുക്ക് ഇങ്ങനെ കാണാം. ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. ട്രക്കിങ് പോലെയാണ്. വെള്ളത്തിലേക്ക് അവിടെ നിന്നോ? അവിടെ നിന്നോ? മൂന്നാറിലെ കാന്തല്ലൂരാണ് കേട്ടോ. കാന്തല്ലൂർ നിങ്ങൾക്ക് അറിയില്ലേ? ശീതകാല ഫ്രൂട്ട്സുകളാണ്. ഇതൊരു ഫ്രൂട്ട്സ് ഫാമാണ്. ശരി, തോപ്പൻസ് ഫ്രൂട്ട് ഫാം. കാന്തല്ലൂർ കാണി സ്ട്രോബെറി ഫാമാണ്. സ്ട്രോബെറി ഉണ്ടാവും. പോയോ? നിങ്ങൾ രണ്ടാളല്ലാതെ പിന്നെ ആരെടുക്കൽ? കാന്തല്ലൂരിൻ്റെ പ്രകൃതി ഭംഗി കാണുന്ന ആദ്യം ബീബി, അല്ലാതെ പിന്നെ ആരെടുക്കുക? അന്നെ തന്നെയല്ലേ എടുക്കണ മുഴുവൻ? കുറേശ്ശെ ഉണ്ട്, പക്ഷേ സീസണല്ല. ഇതാണ് ആപ്പിള്. ആപ്പിള്. ഇതാണ് പ്ലം. അറിയില്ലേ പ്ലം? പ്ലം. തിരിച്ച് മടങ്ങുകയാണ്. ഈ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടെ തന്നെയാണ് മടങ്ങാനായിട്ട്. ഈ കുരങ്ങന്മാരെ വാലുമൊക്കെ പാമ്പിനെ പോലെ ഉണ്ടല്ലേ. ഉദുമൽപേട്ട് വഴി പോകുമ്പോൾ ഉദുമൽപേട്ടും കഴിഞ്ഞ് മാനുപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാർജിങ് ഉണ്ട്. ഹൈഡ്ര എന്ന് പറഞ്ഞൊരു ചാർജിങ്. സ്റ്റാറ്റിക്കിൻ്റെ ആപ്പിൽ വെച്ചിട്ട് ചാർജ് ചെയ്യാവുന്നുള്ളൂ. അതാണ് ലാസ്റ്റ് പോയിന്റ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫോറസ്റ്റ് തുടങ്ങി. അത് നല്ലൊരു പോയിൻ്റാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ചാർജ് ചെയ്തത്. ഞങ്ങൾ മടങ്ങുന്ന വഴി പാലക്കാട് കൊല്ലങ്കോട് വഴിയാണ് മടങ്ങിയത്. കൊല്ലങ്കോട് അറിയാലോ, നെൽപ്പാടങ്ങൾക്കൊക്കെ ഫേമസ് ആണ്. കുറേ മയിലിനൊക്കെ പോകുന്ന വഴിക്ക് കണ്ടു. വയലിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് പച്ചപ്പ് കുറവായിരുന്നു. പക്ഷെ അവിടെ പോയി കാറ്റൊക്കെ കൊള്ളാൻ പറ്റിയ നല്ല ഈവനിങ് ആയിരുന്നു.